അബോർഷനായെന്ന് ടെൻഷനോടെ നിൽക്കുന്ന ചൈതന്യെ നോക്കി അഫി അല്പം വല്ലായ്മയോടെ പറഞ്ഞു. അയ്യോ അഫിയേട്ടാ. ചൈതന്യ നിറഞ്ഞ കണ്ണോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കരഞ്ഞു. തുമ്പി അത് പ്രതീക്ഷിച്ചതായിരുന്നു. എങ്കിലും എന്തോ ഒരു വിഷമം. വളർന്നു പോലും തുടങ്ങാത്ത ഒരു ജീവനല്ലേ. തുമ്പി ആ ഓർമ്മയിൽ നിന്ന് ശ്വാസം വലിച്ചെടുത്തു. മതിയായില്ല നിനക്ക്? എൻ്റെ കുടുംബം ഇങ്ങനെ തകർന്നു നിൽക്കുന്ന കണ്ട് സന്തോഷമായില്ല നിനക്ക്? നിന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ട്. അതാ നീ വന്ന് കയറി ഞങ്ങളുടെ വീട് മുടിഞ്ഞു തുടങ്ങിയത്. ആദ്യം എൻ്റെ കാശി, പിന്നെ മാധവ്, ഇപ്പോൾ ദേ പൂജമോള്. ഇവർക്കെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ നീ ഒറ്റ ഒരാളാണ് കാരണം. വാസുദേവൻ തുമ്പിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും അവൾ അയാളെ കൂർപ്പിച്ച് നോക്കി. വസു, ഇതെൻ്റെ മോളാണ്. നീ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. രവിശങ്കർ തുമ്പിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും വാസുദേവൻ അയാളെ നോക്കിയെന്ന് പുച്ഛിച്ചു. അകത്ത് കിടക്കുന്നത് എൻ്റെ മകളാണ് രവി. അപ്പോൾ ആ വിഷമം എത്ര കാണും? വാസുദേവൻ പറഞ്ഞു കേട്ടതും രവിശങ്കർ തുമ്പിയെന്ന് നോക്കി. മോള് വരുന്നോ വീട്ടിലേക്ക്? അച്ഛൻ കൊണ്ടുപോകാം. ഒരു ഫോൺ കോൾ കഴിഞ്ഞ് അങ്ങോട്ട് വന്ന കാശി കേൾക്കുന്നത് രവിശങ്കറിൻ്റെ ദേഷ്യത്തിലുള്ള ആ സംസാരമാണ്. അത് കേട്ട് അവൻ്റെ പൂരികമൊന്ന് ചൊളിഞ്ഞു. അത് കാണെ അടുത്ത് നിന്ന പാറു വേഗത്തിൽ അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തുഷാരാം. കാശി ഇത്തിരി കടുപ്പത്തിൽ തുമ്പി വിളിച്ച് കേട്ടതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ അച്ഛനോടൊപ്പം പോകുക. എനിക്കിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തുമ്പി പറഞ്ഞുകൊണ്ട് രവിശങ്കറിൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. അയ്യോ കാശേട്ടാ. തുമ്പി അത് കണ്ടതും ചൈതന്യ കാശിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞു. അവനും അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് ഷോക്കായിപ്പോയി. കാശിയുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് ചുവന്ന് നീറി. അവൻ കയ്യിലെ ഫോൺ മൂർക്കെ പിടിച്ചുകൊണ്ട് മാറിക്കിടക്കുന്ന ചേറിലിരുന്നുകൊണ്ട് കണ്ണുകളടച്ചു. എൻ്റെ മോൻ വിഷമിക്കണ്ട. അവളെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. കാശിയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് വാസുദേവൻ പറഞ്ഞു കേട്ടിട്ടും അവൻ കണ്ണ് തുറന്നില്ല. പൂജയുടെ കാര്യം ഓർത്ത് രാധയ്ക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും തുമ്പി പോയതുകൊണ്ട് അവർക്ക് സന്തോഷം തോന്നി. ഇനിയിപ്പോൾ പഴയതുപോലെ കാശിയുടെ പണം തങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അതായിരുന്നു രാധയുടെ മനസ്സിൽ. അമ്മേ, എന്തൊക്കെയായത്? എനിക്ക് അമ്മാവനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. പാർ തൻ്റെ അമ്മയുടെ അടയ്ക്ക സ്വരത്തിൽ പറഞ്ഞു. നമുക്ക് എവിടെ നിന്നും പോകാം മോളെ. ഏട്ടനിപ്പോൾ വേറെ ആരൊക്കെയോ കീ കൊടുത്ത പാവയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കാശിയുടെ ജീവിതം ഇങ്ങനെയൊന്നും അല്ലാതെയാക്കാൻ മുമ്പിൽ നിൽക്കുമോ? തുമ്പിപ്പോയതോർത്തതും അമ്മായി സങ്കടത്തോടെ പറഞ്ഞു. പോകാമേ, ആദ്യം ഇതിനൊക്കെ തീരുമാനമാകട്ടെ. പാറു പറഞ്ഞു കേട്ടതും അവർ ഒന്നും മൂളി. വേറെ എന്തെങ്കിലും ഇടണോ അച്ഛ ഇതിൽ? തുമ്പി സംശയത്തോടെ ചിക്കൻ കഴുകുന്ന രവിശങ്കരനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ അതിൽ വേറെ ഒന്നും ഇടണ്ട. സവാള അടിയിൽ പിടിക്കാതെ നോക്കിക്കോണം. എന്നിട്ട് കരിച്ചു കഴിഞ്ഞാൽ നീ തന്നെ അരിഞ്ഞോണം. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒതുക്കി വെച്ചുകൊണ്ട് രവിശങ്കർ പറഞ്ഞു കേട്ടതും തുമ്പി മുഖം കൂട്ടി. ചോറായില്ലേ അച്ഛാ? അവൾ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഓ, അതൊക്കെ നേരത്തെ തന്നെയായി. നീ പറഞ്ഞ ജോലി ചെയ്യാൻ നോക്കു തുമ്പി. രവിശങ്കർ കണ്ണുരുട്ടിയതും അവൾ തന്നെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു. ഇത്രയും ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് ഇനി കാശി വന്നില്ലെങ്കിലോ മോളെ? രവിശങ്കർ തന്നെ സംശയം ചോദിച്ചു. അതൊക്കെ വരും അച്ഛേ. ഇനി അഥവാ വന്നില്ലെങ്കിൽ? അതും പറഞ്ഞിട്ട് തുമ്പി അയാൾക്ക് നേരെ തിരിഞ്ഞു. വന്നില്ലെങ്കിൽ? രവിശങ്കർ സംശയത്തോടെ അവളെ നോക്കി. അച്ഛനെ ഞാൻ തട്ടും. അവിടെ മിണ്ടാതെ നിന്നാ എന്നോട് വരുന്ന മോളെന്ന് ചോദിച്ച് എന്നിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട്. തുമ്പി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അയാൾ ചിരിയോടെ അവളെ തലയിലൊന്ന് കുലുക്കി. എങ്കിലും പൂച്ചയുടെ കാര്യം വലിയ കഷ്ടമായി അല്ലേ മോളെ? അയാൾ ചിക്കൻ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ആയച്ചാ, പക്ഷേ അവൾക്ക് അത്രയും വേണം. പാവം ആ ചൈതന്യ ചേച്ചിയെ എന്തോരം വിഷമിപ്പിച്ചതാണ്. മുകളിൽ നിന്ന് ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഓരോരുത്തർക്കും ആവശ്യമായത് എന്തൊക്കെയാണ് ദൈവത്തിനറിയാം. ദീർഘശ്വാസം എടുത്തുകൊണ്ട് തുമ്പി പറഞ്ഞതും അയാൾ പിന്നൊന്നും മിണ്ടിയില്ല. ഒത്തിരി നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് രവിശങ്കറും തുമ്പിയും പുറത്തേക്കിറങ്ങി. സമയം രാത്രി 7 മണിയായിട്ടുണ്ട്. ഉച്ചയ്ക്കായിരുന്നു അവർ വീട്ടിലേക്ക് വന്ന് കയറിയത്. വരുന്ന വഴിക്ക് പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ രാത്രിക്കുള്ളത് ഉണ്ടാക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു. അതാണിപ്പോൾ അവിടെ കഴിഞ്ഞത്. നിന്റെ ഫോൺ എവിടെ മോളെ? സ്വിച്ച് ഓഫ് ആക്കി റൂമിൽ വെച്ചിട്ടുണ്ട്. അഥവാ കാശിയേട്ടൻ വിളിച്ചാലോ? ഹാളിലെ സെറ്റിൽ വന്നിരുന്നുണ്ട് രവി ചോദിച്ചതും അവൾ ചീതിയോടെ പറഞ്ഞു. അതിനായി അയാളൊന്ന് മോളി. കാശി ഇന്ന് വന്നില്ലെങ്കിൽ മോൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ദേ, അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. കിട്ടില്ലെന്ന് കരുതിയിരുന്ന എനിക്കടിച്ച ലോട്ടറിയാണ് ആള്. ഇനി അതങ്ങനെ കൈവിട്ട് കളയാനൊന്നും എനിക്ക് വയ്യ. ഇനിയിപ്പോൾ കാശിയേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് വല്ല ഡിപ്രഷനും അടിച്ചതും പറഞ്ഞ് വിളിച്ചോണം. അപ്പോൾ ഓടി വന്നോളും. ഇപ്പോൾ എന്നോട് ആൾക്ക് ഇഷ്ടമൊക്കെയാ.
തുമ്പി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കേട്ടതും അയാളും ഒന്ന് ചിരിച്ചു. ആഹാ, നീ വന്നെന്ന് തോന്നുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും തുമ്പി വിടർന്ന മുഖത്തോടെ പറഞ്ഞു കേട്ട് രവി ഡോർ തുറക്കാൻ വേണ്ടി എഴുന്നേറ്റു. എല്ലാവരും ഉണ്ടോ? കാശിയുടെ ഒപ്പം നിൽക്കുന്ന ചൈതന്യയും അഫിയയും പാർവിനെയും കാണി രവിശങ്കറുടെ മുഖമൊന്ന് വിടർന്നു. തുമ്പി എവിടെ അച്ഛാ? കാശി അകത്തേക്ക് നോക്കി ചോദിച്ചു കേട്ടതും അയാൾ ചിരിയോടെ തുമ്പിയെ തിരിഞ്ഞു നോക്കി. കാശിയെയും ചുറ്റും നിൽക്കുന്നവരെയും കണ്ട് ഞെട്ടലോടെ തുമ്പി എഴുന്നേറ്റ് നിൽക്കുന്നതും പിന്നെ നിറഞ്ഞ കണ്ണോടെ റൂമിലേക്ക് ഓടുന്നതും കണ്ട് രവിശങ്കർ കണ്ണും വീഴ്ചു. ഇവൾ കുളവാക്കും. അയാൾ ഉള്ളിൽ പിറുപിറുത്തുകൊണ്ട് അവരെ നോക്കി പതിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തുഷാര, ബെഡിൽ കയറി കിടക്കുന്ന തുമ്പിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് കാശി വിളിച്ചതും അവൾ അവന് മുഖം കൊടുക്കാതെ ആ കൈ എടുത്തു മാറ്റി. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ അച്ഛൻ പറയുന്ന കേട്ട് എന്നെ ഉപേക്ഷിക്കാമായിരുന്നല്ലോ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരില്ലായിരുന്നു. തുമ്പി മുഖം വിറപ്പിച്ച് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. എനിക്ക് അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല തുഷാര. അതാ ഞാൻ നിന്നെ അപ്പോൾ എതിർക്കാതിരുന്നത്. എന്തായാലും എന്നെ നിനക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതൊന്ന് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. എന്ത് മനസ്സിലാക്കാൻ? കാശി പറഞ്ഞു കേട്ടതും സംശയത്തോടെ തുമ്പി ബെഡിൽ ചാടിയിരുന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. നീ എന്നെ മറക്കണം തുഷാര. എൻ്റെ അച്ഛന് നിന്നെ ഇഷ്ടമില്ല. കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലും ഞാൻ, എന്നിട്ട് ഞാനും ചാകും. കാശിയുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി കണ്ണൊട്ടി. മരിച്ചാൽ നിനക്ക് എന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കണ്ടേ? തുമ്പിയുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് കാശി ഗൗരവത്തിൽ ചോദിച്ചു കേട്ടതും അവൾ ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. വിഷമമായോ? തുമ്പിയുടെ രണ്ട് കവിളിലും പിടിച്ച് അവളെ നീലക്കണ്ണിൽ നോക്കിയവൻ. ഇല്ല. തുമ്പി മനോഹരമായി നിന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകളൊന്ന് ചിമ്മി കാണിച്ചു. പിന്നെ എന്തിനാ അവിടെ നിന്ന് വന്നത്? ഞാൻ അവിടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് ഹോസ്പിറ്റലല്ലേ. അവസാനം നാണക്കേട് മുഴുവനും കാശിയേട്ടനാകും. അതാ ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ കൂടെ പോകുന്നത്. തുമ്പി ചിരിയോടെ പറഞ്ഞു കേട്ടതും കാശി ഒന്ന് മോളി. കാശിയൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? പൂജയുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. ചൈതന്യ ചേച്ചി എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിരിക്കുന്നു. ചേച്ചിയും കാശിയേട്ടനെയും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അത് പക്ഷെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു തരില്ലല്ലോ. സത്യത്തിൽ അവിടെയുള്ള എല്ലാവർക്കും ഒരു ATM മെഷീൻ മാത്രമാണ് കാശിയേട്ടൻ. ഇനിയും അത് തിരിച്ചറിഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്നാൽ ബാക്കി ഞാൻ പറയുന്നില്ല. തുമ്പി പറഞ്ഞതെല്ലാം കാശി കേട്ടിരുന്നുവെങ്കിലും അവളോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഫ്രഷായിട്ട് വാ. ഹോസ്പിറ്റലിൽ നിന്നും വല്ലാതെ ക്ഷീണിച്ചു. ഞാനും അച്ഛനും കൂടെ ചിക്കൻ കറിയും ചോറുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുമ്പി കബോർഡിൽ നിന്നും കാശിക്കിടാൻ ഒരു ഡ്രസ്സും എടുത്തു കൊടുത്തു പറഞ്ഞു കേട്ടതും അവൻ വിടർന്ന കണ്ണോടെ അവളെ നോക്കി. ഞാൻ വരുമെന്ന് അറിയാമായിരുന്നോ? എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരുമെന്ന് എനിക്കറിയാമല്ലോ. എന്തായാലും പെട്ടെന്ന് ഫ്രഷായിട്ട് വരാൻ നോക്ക്. ഞാൻ ബാക്കിയുള്ളവരെ കൂടി ഒന്ന് നോക്കട്ടെ. തുമ്പി ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ പോന്നു നോക്കി കാശി മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു. പിന്നെ അധികം താമസിക്കാതെ ഫ്രഷാകാൻ വേണ്ടി കയറി. തുമ്പി മോളെ, നീ എന്താ കാണിച്ചേ? ഏട്ടൻ ആളെ ഒറ്റയ്ക്കാക്കല്ലേ മോളെ. തുമ്പിയെ കണ്ടതും ചൈതന്യ എഴുന്നേറ്റ് അവളുടെ കൈകളിൽ രണ്ടും പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. ഒന്ന് പോ ചേച്ചി. ഞാൻ എന്തിനാ കാശിയേട്ടൻ കളഞ്ഞിട്ട് പോകുന്നത്? അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതാ പിന്നെ ഇങ്ങോട്ട് വന്നത്. തുമ്പി പറഞ്ഞു കേട്ടപ്പോഴാണ് ചൈതന്യയ്ക്ക് സമാധാനമായത്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ നോക്ക്. ഞാൻ അപ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്കാം. തുമ്പി പറഞ്ഞതും നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും കാണിച്ച റൂമിലേക്ക് പോയി ഇന്ന് ഫ്രഷായി. എല്ലാവരും തിരികെ ഇറങ്ങി വരുമ്പോൾ രവിശങ്കറും തുമ്പിയും ചേർന്ന് എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിരുന്നു. വാ മോനെ. കാശിയെ നോക്കി രവിശങ്കർ സ്നേഹത്തോടെ വിളിച്ചു കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവിടെ അടുത്ത് വന്നിരുന്നു. കൂടെ ബാക്കിയുള്ളവരും. എന്തായാലും ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയാൽ മതി. ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് പോയി വാങ്ങിച്ചോ. കാശിക്കുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. അത് ആഫിക്കും പറ്റുമായിരിക്കും. പക്ഷെ ചൈത്തുമോൾക്കും പാറുമോൾക്കും പറ്റിയ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല. ഈ പെണ്ണ് കുട്ടിനിക്കറൊക്കെയല്ലേ ഇടുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടാകാനാ? രവിശങ്കർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ടതും തുമ്പി അയാളെ നോക്കി കണ്ണുരുട്ടി. കഴിക്കും മക്കളെ. രവിശങ്കർ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. എത്ര സ്നേഹത്തോടെയാണ് തുമ്പിയുടെ അച്ഛൻ എല്ലാവരോടും പെരുമാറുന്നത്. ചൈതന്യ അയാളെ നോക്കി ആലോചിക്കാതിരുന്നില്ല. ഞാൻ നാളെ രാവിലെ ബാംഗ്ലൂർ വരെ ഒന്ന് പോകുമച്ചാ. അതുകൂടെ പറയാനാണ് ഞാൻ വന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശി പറഞ്ഞു കേട്ടതും തുമ്പി അവനിന്ന് മുഖമുയർത്തി നോക്കി. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ്. 2 ദിവസം കഴിയുമ്പോൾ തിരികെ വരും. എങ്കിൽ മോൻ പോയിട്ട് വാ. അതുവരെ മോൾ ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അവിടെ എല്ലാവരും ഹോസ്പിറ്റലായിരിക്കുമല്ലോ. മതി അച്ഛാ, ഞാൻ കൂടെ വന്നിട്ട് തുഷാര വീട്ടിലേക്ക് വന്നാൽ മതി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്.
രവിശങ്കർ ആലോചനയോടെ പറഞ്ഞു കേട്ടതും കാശി ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ പതിയെ കഴിച്ച് എഴുന്നേറ്റു. പാത്രങ്ങൾ കഴുകാനും കിച്ചൻ ഒതുക്കാനും എല്ലാം പെണ്ണുങ്ങൾ 3 പേരും ചേർന്നു. കുറേയേറെ നേരം പരസ്പരം സംസാരിച്ചിരുന്നിട്ടാണ് എല്ലാവരും കിടക്കാൻ വേണ്ടി പോയത്. കാശി ഫ്രഷായി ഇറങ്ങുമ്പോൾ തുമ്പി തൻ്റെ തലമുടിയെല്ലാം മുകളിൽ വെച്ച് ബൺ ചെയ്യുവാണ്. കിടക്കുന്നില്ലേ? ഫോൺ ചാർജിലിട്ടുകൊണ്ട് അവൻ ബെഡിൽ വന്നിരുന്നു. കാശിയേട്ടൻ വരട്ടെ എന്ന് കരുതി പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ ചാഞ്ഞു. കൂടെ കാശിയും. എന്തെങ്കിലും ആലോചിച്ച് കൂട്ടുന്നേ? എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന കാശിയുടെ നെഞ്ചിൽ താടി മുട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അച്ഛനെന്നെയും ചൈത്തുവിനെയും സ്നേഹിക്കുന്നില്ല അല്ലേ? തുമ്പിയുടെ ദേഹത്ത് കൈ വെച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ കിടന്നു. സംശയമുണ്ടോ? തുമ്പി അവനെ മുഖമുയർത്തി നോക്കി. സംശയമില്ലായിരുന്നു. പക്ഷെ മാധവിൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സംശയമുണ്ടായി തുടങ്ങി. കാശിന്ന് ശ്വാസം വലിച്ചെടുത്തു. എന്തിനിപ്പോൾ ഇങ്ങനെ പറയുന്നേ? തുമ്പി അവൻ്റെ വേദന നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. അച്ഛനൊന്നും നഷ്ടമായിട്ടില്ല തുഷാര. ഭാര്യ, മക്കൾ, അവരുടെ സ്നേഹം എല്ലാം അച്ഛന് കിട്ടുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഞങ്ങൾക്ക് അമ്മയെ നഷ്ടമായപ്പോൾ അച്ഛന് സ്നേഹം കൂടെ നഷ്ടമായി. അവൻ്റെ കണ്ണ് ചുവന്നു. വിഷമിക്കല്ലേ കാശിയേട്ടാ. കാശിയേട്ടന് ചൈത്തുവില്ലേ? അഫിയേട്ടനില്ലേ? പിന്നെ ഞാനും എൻ്റെ അച്ഛനുമൊക്കെ ഇല്ലേ? തുമ്പി അവനെ മുറുക്കെ പുണർന്നു. അവളുടെ വാക്കുകൾ കേൾക്കെ അവൻ്റെ കൈയും അവളെ മുറുക്കെ വലയും ചെയ്തിരുന്നു. തുഷാര വിട്ടേ, ഞാൻ എഴുന്നേൽക്കട്ടെ. എനിക്ക് വീട്ടിൽ പോയി ഫയൽസും ലാപ്പും ഒക്കെ എടുത്തിട്ട് വേണം ബാംഗ്ലൂർക്ക് പോകാൻ. ഇനിയും കിടന്ന ലേറ്റാകും. തൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറാതെ കിടക്കുന്ന തുമ്പിയെ തട്ടി വിളിച്ചുകൊണ്ട് കാശി പറഞ്ഞു കേട്ടതും അവൾ വീണ്ടും മുറുക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തന്നെ അമർന്നു. ഡീ, ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. അല്പം ദേഷ്യത്തിൽ കാശി പറഞ്ഞു കേട്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനിൽ നിന്ന് മാറിക്കിടന്നു. അത് കണ്ടു മെല്ലെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഫ്രഷ് ആക്കാൻ എഴുന്നേറ്റ് പോയി. അത് നോക്കി അവൾ വേഗം രവിശങ്കറിൻ്റെ റൂമിലേക്ക് ഓടി. പിന്നെ അയാളുടെ റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി കിടക്കുന്ന അയാളെ തട്ടി വിളിച്ചു. എന്താ തുമ്പി, മോൾ നേരത്തെ എഴുന്നേറ്റോ? തൻ്റെ അരികിൽ നിൽക്കുന്ന തുമ്പിയെ കണ്ടതും രവിശങ്കർ എഴുന്നേറ്റുകൊണ്ട് പതിയെ ചോദിച്ചു. ആ അച്ഛേ, കാശിയേട്ടൻ ഇപ്പോൾ ഇറങ്ങുമെന്ന്. അപ്പം ഞാൻ കരുതി പോകുന്നതിന് മുൻപ് ഒരു കോഫി ഇട്ട് കൊടുക്കാമെന്ന്. ആര്, നീയോ? തുമ്പി പറഞ്ഞു കേട്ടതും അയാൾ അതിശയത്തോടെ തുമ്പിയെ നോക്കി. ഏയ് അല്ല, ഞാനിട്ടാൽ കോഫി പൗഡറും ഷുഗറും എല്ലാം കൂടി പോയാലോ? അതുകൊണ്ട് അച്ഛയെ വിളിക്കാൻ വന്നതാ. വേഗം വാ. തുമ്പി നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അയാൾ അവളെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് വേഗം പോയി ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നു. കൂടെ തുമ്പിയും. ആഹാ, നിങ്ങളെല്ലാം നേരത്തെ എഴുന്നേറ്റോ? കാശിയുടെ ഒപ്പം പോകാൻ വേണ്ടി റെഡിയായി ഹാളിൽ വന്നിരിക്കുന്ന അഫയെയും പാർവിനെയും നോക്കിക്കൊണ്ട് തുമ്പി ചിരിയോടെ ചോദിച്ചു. ഞങ്ങൾ ഏട്ടൻ്റെ ഒപ്പം ഇറങ്ങാമെന്ന് കരുതി. ചൈത്തു ചിരിയോടെ പറഞ്ഞു കേട്ടതും തുമ്പിയെന്ന് മോളി. എന്തായാലും നിങ്ങളിവിടെ ഇരിക്കുക, ഞങ്ങളിപ്പോൾ കോഫി ഇട്ട് കൊണ്ടുവരാം. അയ്യോ വേണ്ട മോളെ, ഞാനിട്ട് തരാം. തുമ്പി പറഞ്ഞു കേട്ടതും ചൈതന്യ വേഗം എഴുന്നേറ്റുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി, അവിടെ പോയി ഇരിക്കാൻ നോക്ക്, ഞങ്ങളിപ്പോൾ വരാം. തുമ്പി പറഞ്ഞിട്ട് രവിശങ്കറുമായി അടുക്കളയിലേക്ക് നടന്നു. ചൈതന്യ അവർ പോയത് നോക്കിയെന്ന് ചിരിച്ചു. എന്തേ? ചിരിയോടെ തന്നെ തൻ്റെ അരികിൽ വന്നിരിക്കുന്ന ചൈതന്യെ അഫി സൂക്ഷിച്ചു നോക്കി. ഏയ്, എന്ന് നല്ല അച്ഛനാണ് തുമ്പിക്കെന്ന് ആലോചിച്ചതാണ്. ചൈതു പറഞ്ഞു കേട്ടതും അഫി അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കാശിയും റെഡിയായി പുറത്തേക്ക് വന്നിരുന്നു. കോഫി റെഡി. ആ കാശിയേട്ടാ, ദാ കോഫി, കുടിച്ചു നോക്ക്, ഞാനിട്ടതാ. എങ്ങനെ? കോഫി എടുത്ത് കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് തുമ്പി പറഞ്ഞതും പിന്നിൽ നിന്നും രവിശങ്കർ ഒരു ചിരിയോടെ ചോദിച്ചു. അത് പിന്നെ ഇതിൻ്റെ കൂട്ടൊക്കെ അച്ഛ എടുത്തു തന്നു. വെള്ളം വളർന്നു വെച്ചതും അതൊക്കെ മിസ് ചെയ്തതും കപ്പിൽ പകർന്നൊക്കെ ഞാനാ. അപ്പം ഇത് ഞാനറിയിട്ടത്. തുമ്പി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും രവിശങ്കർ ചിരിയോടെ തല കുലുക്കി. ഇറങ്ങാൻ തുടങ്ങിയ മോനെ. കാശിയുടെ എതിരെ രവിശങ്കർ വന്നിരുന്നു. ആയച്ച, വീട്ടിൽ പോയിട്ട് വേണം ബാംഗ്ലൂർ പോകാൻ, അതാ. കാശി പറഞ്ഞു കേട്ട് അയാളൊന്ന് ചിരിച്ചു. കോഫിയൊക്കെ കുടിച്ച് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. പോയിട്ട് വരാം, വീട്ടിലെത്തുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പം വന്നാൽ മതി. കാശി തുമ്പിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ തല കുലുക്കി. അവർ പോന്ന് നോക്കി അവിടെ അങ്ങനെ നിന്ന ശേഷം അവൾ വീണ്ടും പോയി കിടന്നുറങ്ങി. മോനെ. ചെയറിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന നീരജനെ നോക്കി വാസുദേവൻ പതിയെ വിളിച്ചു. അത് കേട്ടതും അവൻ ചുവന്ന് നിറഞ്ഞ കണ്ണുകൾ തുറന്ന് അയാളെ ഒന്ന് നോക്കി. പൂജ വീഴുന്ന സമയം നീരജ് അവിടെ ഇല്ലായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ശേഷമാണ് അവനെ വിളിച്ചു പറഞ്ഞത്. കേട്ട ഉടനെ ജീവൻ കളഞ്ഞ് ഇങ്ങോട്ടോടി വന്നതായിരുന്നു അവൻ. ഇവിടെ വന്നപ്പോഴാണ് പൂജയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബോർഷനായി എന്നറിഞ്ഞത്. ആ സമയം തൊട്ടുള്ള ഇരിപ്പാണ് അവൻ, ആരോടും മിണ്ടാതെയും പറയാതെയും. വാസുദേവന് അവൻ്റെ കോലം കണ്ട് സങ്കടം തോന്നി. എന്ത് കോലമാ മോനെ ഇത്? ആ കുഞ്ഞ് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് സമാധാനിക്ക്.
ദൈവം തന്നത് ദൈവം തന്നെ തിരിച്ചെടുത്തെന്ന് വിചാരിച്ചാൽ മതി. ദൈവമൊന്നുമല്ല അച്ഛാ, അവളുടെ അഹങ്കാരം. അതാണ് എൻ്റെ കുഞ്ഞില്ലാതെയാകാൻ കാരണം. വാസുദേവൻ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും നീരജ് അയാളുടെ കൈകൾ തന്നിൽ നിന്നും എടുത്ത് മാറ്റിക്കൊണ്ട് അമർഷത്തോടെ പറഞ്ഞു, മോനെ, അവൾ അതിനൊന്നും ചെയ്തിട്ടില്ല. വാസുദേവൻ മകളുടെ പക്ഷം പിടിക്കാൻ നോക്കി. അച്ഛനൊന്നും പറയണ്ട, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മായി എന്നോട് പറഞ്ഞു. തുമ്പിയെ പിടിച്ച് വലിച്ച് പുറത്ത് തള്ളേണ്ട ആവശ്യം എന്തായിരുന്നു അവൾക്ക്? അങ്ങനെ ചാടത്തുള്ളി നടക്കാനുള്ള സമയമാണോ ഇത്? നീരജ് ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, അവൾ ആകെ തകർന്നിരിക്കുകയാണ്. ഈ സമയം നീയും ഇങ്ങനെ ദേഷ്യം കാണിക്കരുത്. വാസുദേവൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൾ എന്ത് കാണിച്ചാലും ഞാൻ ദേഷ്യപ്പെടരുത് അല്ലേ? അവൻ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. പിന്നെ നിറഞ്ഞ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു. വാസുദേവന് ഇനി എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അയാൾ അങ്ങനെ നിൽക്കുമ്പോൾ രാധ അവിടേക്ക് വന്നു. മോളെ റൂമിലേക്ക് മാറ്റി നിന്ന് അവർ തൻ്റെ അടഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് വാസുദേവൻ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് രാധ. മാധവിൻ്റെയും പൂജയുടെയും അവസ്ഥ ആലോചിച്ച് അയാൾക്ക് സങ്കടം തോന്നി. കാശി എവിടെ? ചൈതന്യ അവർക്കുള്ള ഭക്ഷണം കൊണ്ട് വരുന്ന കണ്ടതും രാധയിൽ നിന്ന് മുഖം എടുത്തുകൊണ്ട് വാസുദേവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഏട്ടൻ ബാംഗ്ലൂർക്ക് പോയി അച്ഛാ, എന്തോ ബിസിനസ് ആവശ്യമെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഇനി വരൂ. അവൾ പറഞ്ഞു കേട്ടതും അയാളൊന്ന് മൂളി. പിന്നെ ആ തുമ്പി വീട്ടിൽ നിന്ന് വന്നില്ലല്ലോ അല്ലേ? അയാൾ അവളെ സംശയത്തോടെ നോക്കി. ഇല്ല അച്ഛാ, തുമ്പി വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടോ ഇന്നലെ രാത്രി തങ്ങൾ അവിടെയായിരുന്നു എന്നുള്ള കാര്യം ചൈതന്യ പറയാൻ മടിച്ചു. ഏട്ടൻ വന്നിട്ടല്ലേ ഇനി തുമ്പി വരൂ. അപ്പോൾ ഏട്ടൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കും. ചൈതന്യ മനസ്സിൽ ചിന്തിച്ചു. താൻ വാടോ, വന്ന് വല്ലതും കഴിക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് വീണു പോകും താൻ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരാ? രാധയും ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കേട്ട് ചൈതന്യ തിരിഞ്ഞു നടന്നു. ഭക്ഷണം കൊണ്ടുവന്ന് കുറച്ചു നേരം അവിടെ നിൽക്കാമെന്ന് കരുതിയതാണ്. ഇനി വേണ്ട. അവൾ പുറത്തേക്ക് നടക്കുമ്പോൾ ചിന്തിച്ചു.